തീരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വന്നത്. നൂറെ മദീന എന്ന് പറഞ്ഞാൽ ഉറുദു ആണത്. മദീനത്തുൻ നൂർ എന്നാണ് അതിന്റെ അറബി. പ്രകാശത്തിന്റെ പട്ടണം, അതാണ് പൂനൂർ എന്ന് പണ്ട് നമ്മുടെ നാട്ടുകാർ പേരിട്ടത്. അങ്ങനെ നൂർ, നൂറിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവ്വലു മാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി പടക്കപ്പെട്ടത് എന്റെ നൂറാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഖ്യാതമായ ഹദീസ്. ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ച ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യമായി പടച്ചത്. ആ നൂറിൽ നിന്ന് പിന്നെ ഓരോ വസ്തുക്കളെയും പടച്ചു. ഈ ഹദീസ് നിഷേധിക്കുന്നവർ ലോകത്ത് രംഗത്തു വരികയും ഹദീസിന്റെ കിതാബുകളിൽ നിന്ന് ഈ പേജ് മുറിച്ചു മാറ്റുകയും പിന്നീട് അച്ചടിക്കുമ്പോൾ ഈ ഹദീസ് കാണാതെ അങ്ങനെ ഒരു ഹദീസ് മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട് എന്ന് പറയുന്നത് വ്യാജമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞ 2 വർഷം മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ലൈബ്രറിയിൽ നിന്ന് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ പഴയ കോപ്പി കണ്ടെത്തുകയും ഈ ഹദീസുള്ള ആ ഗ്രന്ഥം കണ്ടെത്തുകയും ദുബായ് ഔഖാഫിന്റെ മുദീർ ഷെയ്ഖ് ഈസൽ മാനി അത് അച്ചടിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ നൂർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, അവിടുത്തെ നൂറ്, ആ നൂറിന്റെ ഇതാണ് വിജ്ഞാനം. وقال العلم نور الله حقا ونور الله لا يعطى لعاصي. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യർ വക്കീഅ് റളിയല്ലാഹു അൻഹുവിനോട് ഇൽമിന്റെ കാര്യത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞതാണത്. ഇൽമ് അല്ലാഹുവിന്റെ നൂറാണ്. നൂറ് ലഭിക്കണമെങ്കിൽ ഹൃദയം നന്നാകണം, ശുദ്ധി വേണം, കഴിക്കുന്ന ഭക്ഷണം ഹലാലാകണം, ശ്വസിക്കുന്ന വായു ഹലാലാകണം, കുടിക്കുന്ന വെള്ളം ഹലാലാകണം, ധരിക്കുന്ന വസ്ത്രം ഹലാലാകണം. ഈമാനുണ്ടാകാനും മഅരിഫത്തുണ്ടാകാനും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകാനും ഇൽമുണ്ടാകാനും എല്ലാറ്റിനും ഷർത്ത് യഥാർത്ഥത്തിൽ ഇതാണ്. ഇന്ന് ലോകത്ത് കിട്ടാത്തതും അതാണ്. ഇന്ന് ലോകത്ത് വായു പോലും ഹലാലായ വായു ലഭിക്കുമോ എന്നത് ആശങ്കയാണ്. കാരണം മുഴുവനും വിൽപ്പന നടത്തിയിട്ട് അതിന് മറ്റ് അവകാശികളുണ്ടായിത്തീരുന്ന നാം മുഴുവനും കടബാധ്യതയുടെ ആളുകളായി. നമ്മുടെ നാട്ടിലുള്ള ഓരോ വസ്തുക്കളും വിറ്റ് കഴിഞ്ഞു. വെള്ളവും ഭാഗികമായി വിൽപ്പന നടത്തി കഴിഞ്ഞു. ഇനി വെള്ളം വിൽക്കാനുള്ള കമ്പനിയും വരാൻ പോവുകയാണ്. കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായു വിൽപ്പന നടത്തിയിട്ട് അതിനും പണം കടം വാങ്ങും. ഇന്ത്യയിൽ ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് കടത്തിലേക്കായിരിക്കും. പഴയകാലത്തെ മഹാന്മാർ അവര് കാടുകളിൽ തെണ്ടിപ്പോയതും പച്ചിലകൾ ഭക്ഷിച്ച് ആ കാട്ടിലെ വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചത് ഈ ഹലാലിന്റെ അന്വേഷണത്തിലായിരുന്നു. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചേരയെ തിന്നുന്ന നാട്ടിൽ ചേരയുടെ നടുക്കണ്ടം തിന്നുക എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. ജീവിക്കുന്ന കാലഘട്ടത്തിൽ ലഭ്യമാകുന്ന അവസ്ഥയിൽ പരമാവധി ദീനിന്റെ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാഹ്, ഇവിടെ ഹിദായത്തിന്റെ ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ തുറക്കപ്പെട്ടത്. മർക്കസുൽ ഹിദായ. ഇത് ഈ പ്രദേശത്ത് ഏതെങ്കിലും ഹിദായത്തിനെ ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഉന്മൂലനം ചെയ്യാൻ, ആ ഹിദായത്തിന്റെ നൂറ് പ്രചരിപ്പിക്കാൻ ഉള്ള ഒരു ആസ്ഥാനമാണ്, ഒരു കേന്ദ്രമാണ്. അല്ലാഹു തആല ഇതിനെ ആ നിലക്ക് ഉന്നതങ്ങളിലേക്ക് വളർത്തുമാറാവട്ടെ.
നമുക്കിവിടെ ബാലുശ്ശേരി മേഖല അൽഹംദുലില്ലാ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമാണ്. പണ്ടുകാലത്തും സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമാണ്. ഇടക്കാലത്ത് നമുക്ക് ആസ്ഥാനങ്ങളില്ലാതെ പോയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലെ പള്ളി നായരുടെ പേരിൽ പ്ലാൻ പാസാക്കിയിട്ട് പള്ളി ഉണ്ടാക്കുമ്പോ 2 നില തീർത്തും വേണമോ എന്ന് സംശയിച്ചതാണ്. നിസ്കരിക്കാൻ ആളുണ്ടാവുക. അവസാനം ആള് നിറഞ്ഞ് 3-ാം നിലയിൽ നിറഞ്ഞ് ഇപ്പൊ പള്ളിയിൽ കൊള്ളാത്ത പ്രശ്നമാണ് അവിടെയുള്ളത്. അതേപ്രകാരം MPS അൽഫഹിം ക്യാമ്പസിലെ MPS നമുക്ക് ആയിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു കേന്ദ്രമായി സ്കൂളും അവിടെ വളർന്നു വന്നു. ഇസ്ലാമിക ദഅവ കോളേജ്, ഇസ്ലാമിക പഠനം, മുതഅല്ലിമീങ്ങളെ ആലിമീങ്ങൾ വളർത്തിവിടുന്നൊരു കേന്ദ്രമാണ്. ഇങ്ങനെ ഓരോരോ പഞ്ചായത്തിലും ഓരോ സെന്ററുകളിലും അൽഹംദുലില്ലാ ഇന്ന് സ്ഥാപനങ്ങൾ വളർന്നു വരികയാണ്. ഈ മദാരിസുകളുടെയും സ്ഥാപനങ്ങളുടെയും വളർച്ച എന്ന് പറയുന്നതാണ് തങ്ങളുടെ സീറത്ത് പറയാൻ വേണ്ടിയുള്ള ഇജ്തിമാഅ്. അത് ഏറ്റവും ഖൈറായ ഇജ്തിമാഅുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്ത് പറയുന്നത് ആ സീറ പഠിച്ചിട്ട് ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രമല്ല. നബിതങ്ങളുടെ ചരിത്രം പഠിക്കുന്നത് നബിതങ്ങളുടെ ആ സ്വഭാവവും മതത്തിന്റെ നിയമങ്ങളും അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടി മാത്രം അല്ല. സീറ പ്രഭാഷണം മൗലിദ് ആഘോഷിക്കാത്ത ആളുകളും നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അവർ പേരിടുക സീറത്ത് കോൺഫറൻസ്. നമുക്ക് കേരളത്തിന്റെ പുറത്തൊക്കെ പോയാൽ അവിടെ കാണുന്ന 2 തരം കോൺഫറൻസ് ആണ്. ഒന്ന് ഹയാത്തുൻ നബി കോൺഫറൻസ്, മറ്റൊന്ന് സീറത്തുൻ നബി കോൺഫറൻസ്. സീറത്തുൻ നബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനിച്ചത്, വളർന്നത്, ആ ഒരു ചരിത്രം മാത്രം പറയുന്ന, ആ ചരിത്രത്തിൽ നൂറാനിയത്തില്ലാത്ത ചരിത്രമാണ് അവർ പറയുന്നത്. നാം സീറത്തും സൂറത്തും പഠിക്കുന്നവരാണ്. സീറകളിൽ സൂറയെ പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താണ്? ഹദീസ് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിലുകൾ, സീറയേക്കാളപ്പുറം ശമായിലുകൾ, നബി തങ്ങളുടെ അംഗവർണ്ണനകൾ, ശരീരത്തിന്റെ പ്രത്യേകതകൾ, നടത്തത്തിന്റെയും ഇരുത്തത്തിന്റെയും പുഞ്ചിരിയുടെയും സംസാരത്തിന്റെയും ആ ശൈലികളും ശരീരത്തിന്റെ പ്രകൃതിയും വിശദീകരിച്ചുകൊണ്ടുള്ള കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതെന്തിനാ? നിബിതങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വഭാവം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയവരെ ബഹുമാനിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയവരെ ബഹുമാനിക്കാം. നിബിതങ്ങൾ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിച്ചിരുന്നു എന്ന് പഠിച്ചാൽ അത് ചെയ്യേണ്ടതാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നിബിതങ്ങളുടെ മുൻപല്ലുകൾ അത് മുല്ലപ്പൂ പോലെയുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് അങ്ങനെ ആക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചീകി വെച്ചിരുന്നത് പിറകോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സുന്നത്താക്കിയിട്ട് നമുക്ക് അങ്ങനെ വാർന്നു വെക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിന്റെ പ്രകാശം, നബിതങ്ങളുടെ പെരടിയുടെ സൗന്ദര്യം, നബിതങ്ങളുടെ കൈകാലുകളുടെ ഉറപ്പ്, നബിതങ്ങൾ നടക്കുമ്പോഴുണ്ടാകുന്ന ശരീരത്തിന്റെ പ്രകൃതി, ഇതാണ് ശമായിലുകളിൽ വിശദീകരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. വകാന ജുല്ലു നദ്രിഹി ഇലൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം കൂടുതലും ഭൂമിയിലേക്കായിരുന്നു. ഇങ്ങനെ 4 ഭാഗത്തേക്കും ആകാശത്തേക്കും നോക്കിക്കൊണ്ടല്ല, കൂടുതൽ സമയവും ഭൂമിയിലേക്കാണ് നോക്കുക. അത് ചിന്തിക്കുന്ന, അള്ളാഹുവിൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, അപ്പുറത്ത് ആരാ വന്നത്, ഇവിടുന്ന് അങ്ങോട്ടാ പോയത്, മറ്റേ അടുത്ത് ആരാണ് വന്ന് കയറിയത്, ഇങ്ങനെ ചിന്തിക്കുന്നത് അത് നല്ല സ്വഭാവം അല്ല എന്ന് പഠിപ്പിക്കാനാണ് ആ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയില് വാർന്നു വെച്ചാൽ അതൊരു വേവ്സ് പോലെയായിരുന്നു. ചുരുളൻ മുടിയായിരുന്നില്ല, ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള, അല്ലെങ്കിൽ ഒരേ ദിശയിൽ നീണ്ടുകിടക്കുന്ന മുടിയായിരുന്നില്ല. വേവ്സ് മാതൃകയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് ആക്കാൻ പറ്റിയതല്ല.
പിന്നോട്ട് വാർന്നു വെക്കാം, എണ്ണയൊഴിക്കാം, എണ്ണ തലയെക്കെട്ടത്തിലാവാതിരിക്കാൻ വേണ്ടി ടവലിട്ട് അതിന്റെ മുകളിൽ തൊപ്പി വെച്ച് അതിന്റെ മുകളിലാണ് തലയെ കെട്ടിയിരുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അതിന്റെ ആ വേവ്സ് സ്റ്റൈലില് ആവുക എന്നുള്ളത് അത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ സീറത്തുകൾ പഠിക്കുകയും സൂറത്തുകൾ പഠിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പഠിക്കുകയും മഹത്വം ഉൾക്കൊള്ളുകയും അങ്ങനെ ആ മഹത്വത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് മഹത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് നബി തങ്ങളോടുള്ള അടുപ്പവും മഹബത്തും നമുക്ക് വർദ്ധിക്കണം. സീറത്തുകൾ പഠിച്ചുകൊണ്ട് ആ സീറത്ത് ജീവിതത്തിൽ പകർത്തുകയും അത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ അടുക്കളയിൽ നിന്ന്, നമ്മുടെ ബാത്റൂമുകളിൽ നിന്ന്, നമ്മുടെ തീൻമേശയിൽ നിന്ന്, നമ്മുടെ എല്ലാ തലങ്ങളിൽ നിന്നും അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഖുറൈശികൾ, അന്നത്തെ അഅദാ, അവര് കളിയാക്കുമായിരുന്നു, ഓ ഞങ്ങളുടെ നബി അത് മൂത്രമൊഴിപ്പിക്കാൻ പഠിപ്പിക്കുന്ന നബിയാണ്, എവിടെയാണ് തുപ്പേണ്ടതെന്ന് പഠിപ്പിക്കുന്ന നബിയാണ്. കളിയാക്കി പറയുക. യഥാർത്ഥത്തിൽ മനുഷ്യൻ ആവശ്യമുള്ള അവന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അപ്പൊ തുപ്പേണ്ടത് എങ്ങനെ, മൂത്രമൊഴിക്കേണ്ടത് എങ്ങനെ, കുളിക്കേണ്ടത് എങ്ങനെ, പല്ലു തേക്കേണ്ടത് എങ്ങനെ, എല്ലാം പഠിപ്പിച്ച്, പറഞ്ഞു പഠിപ്പിച്ച്, ക്ലിയർ ചെയ്ത് സമൂഹത്തിന് നല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല മാനസിക ശക്തിയുള്ളൊരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല സാമ്പത്തിക ശക്തിയുള്ളൊരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ, കൃഷിയിലും വ്യവസായത്തിലും വളർച്ചയിലും എല്ലാം നല്ല മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഉത്തമ രാഷ്ട്രം പടുത്തെടുക്കാൻ ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും മൗനാനുവാദത്തിലൂടെയും പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കുകയും ഓരോ വർഷവും ഓരോ നൂറെ മദീന കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മദീന വളർന്നു വരികയും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം, ഓരോ വർഷവും പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം മാത്രമാണ്. ക്ലാസുകളും പ്രസംഗങ്ങളും പുസ്തകങ്ങളും സീഡികളും എല്ലാം വർദ്ധിച്ചു വരികയാണ്. പക്ഷെ ജീവിതത്തിൽ നിന്നാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അസ്സലാമു വറഹ്മത്തുള്ളാഹി. ലൈവ് കൊടുക്കുന്ന ആള് DC ആയിപ്പോയി. ഹുസൈൻ റിനു കൈവക്കിയിരുന്നു, അയാളും DC വരുമെന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അതുവരെ ആരെങ്കിലും ഉസ്താദുമാർ മൈക്കിൽ വന്നാൽ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ്. റേഡിയോ പ്രേക്ഷകർ ലൈവ് കിനാലൂരിൽ നിന്നായിരുന്നു ലൈവ് വന്നുകൊണ്ടിരുന്നത്. ലൈവ് DC ആയിപ്പോയി. ലൈവ് കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. മൈക്ക് റിലീസ്. ഈ ഹാൻഡിക്യാപ്ഡ്, ഡിഫറന്റ്ലി ഏബിൾഡ്, വിവിധ കഴിവുകളുള്ളവർ എന്നാണ് അവരെ ബഹുമാനിച്ച് പറയേണ്ടതെന്ന് ലോകം തന്നെ പറഞ്ഞിട്ടുണ്ട്. വികലാംഗര് എന്ന് പറയരുത്. വികലാംഗർക്കൊക്കെ പ്രത്യേകമായ കഴിവുകളുണ്ട്. അപ്പൊ ഡിഫറന്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് സഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഈ 4-ാം തീയതി മർക്കസിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ മുന്നിൽ, ഒരുപാട് പദ്ധതികളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പദ്ധതികളും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ.
ഇതിന്റെ സംഘാടകർക്കും സംരംഭകർക്കും സഹായിക്കുന്നവർക്കും ഇതിനോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത ദിവസം ഹജ്ജിന് ഉംറക്കും പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ മർക്കസിന്റെയും മറ്റും ധാരാളം ഗ്രൂപ്പുകൾ ഉംറക്ക് ഇങ്ങനെ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ, ഹിദായത്തിന്റെ വഴികൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ മാത്രം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.